കാരണവശാലും സിനിമയിൽ വിടണ്ട. എന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒന്നും സിനിമയും സീരിയലും ഒന്നും കാണിച്ചു നടക്കണ ഇഷ്ടമല്ല. ഇതെല്ലാം കേട്ടുമുണ്ടായിരിക്കുന്നേ. കാരണം എനിക്ക് ഭർത്താവുമായിട്ട് അങ്ങനെ ഒരു ജീവിതം ഇല്ലല്ലോ. കരുനീലിനെ പ്രീതിപ്പെടുത്തണത് അവര് പൂർണ്ണമായിട്ടും അമാവാസി നാളിൽ നഗ്നമായിട്ട് നിന്നിട്ടാണ് പിറ്റേ ദിവസം എന്നെ കൊണ്ടുപോയിട്ട് അറമാദിച്ചിട്ട് അതിന്റെ പിറ്റേ ദിവസം ഡേറ്റ് ആക്കി തന്നു. പ്രാവശ്യം നമുക്ക് പീരിയഡ് ഡേറ്റും കൂടിയാ. ആ സമയത്ത് പോലും ഇയാൾ അടങ്ങിയിരിക്കണില്ല. ദിവസം തന്നെ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഓർത്തില്ല. പക്ഷെ രണ്ട് മനുഷ്യർ തമ്മിലുള്ള കാര്യമാണല്ലോ. ഇങ്ങനെ ഒരു മിസ്യൂസിലേക്ക് പെട്ടെന്ന് പോകുന്ന ഓർത്തില്ല. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പ്രഗ്നന്റ് ആയാൽ മാത്രമാണ് ഒഴിവായി പോകുള്ളൂ. ദുർമന്ത്രവാദം ചെയ്ത് ഇവരുടെ ഫാമിലി മുടിഞ്ഞു. ഹലോ, ഇതെന്താണ് ആകെപ്പാടെ ഒരു വല്ലാത്ത ക്ഷീണിച്ച് വീടൊക്കെ ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കുന്നത്? വീട് അലങ്കോലപ്പെട്ട് കിടക്കണല്ല. ഇതിപ്പോ വീട് പണിയുവാണോ അതോ ഇവിടെ നിൽക്കുവാണോ വിൽക്കുവാണോ എന്താ ചെയ്യണ്ടേന്നുള്ളൊരു ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ ഇരിക്കണതേ. ഇവിടേക്ക് ഇനി പൈസ മുടക്കിയിട്ട് കാര്യമുണ്ടോ? തകർന്നു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം എന്ന് വെച്ചാൽ അങ്കമാലിക്ക് അടുത്തുള്ള സ്ഥലം. ഇത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല. ഇത് ഇങ്ങനെ ആവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തേക്ക് വന്ന ഒരാള് കാരണം, ഒരു ജോത്സ്യംകാരനാണ് തൊലച്ചത് ജീവിതം എല്ലാ രീതിയിലും. നമ്മൾക്ക് നല്ലൊരു എയിം ഉണ്ടായിരുന്നു. ഏവിയേഷൻ അഡ്മിഷൻ കിട്ടിയതായിരുന്നു 2024. നല്ല വർഷമായിരുന്നു. പക്ഷെ ഞാൻ നേരത്തെ ഒരു ഗോൾഡ് ജ്വല്ലറിയിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അവിടെ വെച്ചൊരു കലാകാരിയാണ്, സിനിമാ പ്രവർത്തകയാണ്. അപ്പൊ അവിടെ വെച്ച ഒരു ഇഷ്ടമുള്ള ഒരു ആളായിട്ട് ഞാൻ ഈ നാട് എനിക്ക് 20 വർഷം മുമ്പ് തന്നെ അറിയാം. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് സ്ഥലം മേടിച്ചത്. ആ ഒരു മെന്റൽ പവർ നമുക്ക് കിട്ടും, ഒരു സപ്പോർട്ട് കിട്ടൂലോ എന്ന് ഓർത്ത്. അപ്പൊ ഈ ജോത്സ്യൻ എങ്ങനെയാണ് കുടുംബം നശിപ്പിച്ചത്? ജോത്സ്യൻ എന്നു ഒരു കാര്യവും ഇല്ലാണ്ട്. ജോത്സ്യൻ ചളവറക്കാരൻ ഡിസ്ട്രിക്ട്. ഇയാള് പാലക്കാട്. ഞങ്ങൾ പരിചയപ്പെടുന്ന എന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ അടിയിൽ വന്ന് സ്ഥിരം ഇതാ. ഞാനൊക്കെ നല്ല ബോൾഡ് ആയിട്ടുള്ള കുട്ടിയാ. ഒരു സ്ഥലത്തും അങ്ങനെ വീഴില്ലാന്ന് എന്റെ വീട്ടുകാർ പോലും പറയണ. ഇവള് പെണ്ണിന്റെ ശരീരം മാത്രമേ ഉള്ളൂ, ആണാണ് ഇവളെന്നും പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞ ഒരാളായ എനിക്ക് ഇങ്ങനെ ഒരു ഇത് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ആളാ. എന്റെ മകൾക്ക് എനിക്ക് ഒരു ഇത് വരുമാനം എന്നുള്ള ലെവലിൽ ഞങ്ങള് വീഡിയോ തുടങ്ങിയതാണ്. എന്റെ മകളും ഞാനും ഒന്നിച്ചാണ് ഫ്രെയിമിൽ വന്നത്. അതിന്റെ അടിയിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് അടിയിൽ കമന്റ് ഇടുവാണെങ്കിൽ തന്നെ അത് ആ രീതിയിൽ നമ്മൾ എടുത്തു വിടണുള്ളൂ. പക്ഷെ ഇയാളുടെ പ്രൊഫൈലിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും അതൊരു ഫാമിലി മാനായിട്ട് കാണുന്നില്ല. സിംഗിൾ ആണ്, ഇയാളുടെ ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. പിന്നെ ഇയാൾ എന്നും മെസ്സേജസ് ഇവിടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഒരു പാട്ട് ഡെഡിക്കേഷൻ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ട് ഡെഡിക്കേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഈ പാട്ട് പോയി ഒന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്വഭാവമായിട്ട് ക്യാരക്ടറിന് ഇതായി. അങ്ങനെ ഒരു പെട്ടെന്നൊരു മൈൻഡ് സോഫ്റ്റ് കോർണർ വന്നു. അപ്പോൾ അയാൾ ചൂണ്ടയിട്ട് പിടിച്ചു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ 3.5 മാസമായിട്ട് കമന്റ് ഇട്ടതിന് ഒരു മറുപടി ഞാൻ കൊടുത്തിട്ടില്ല. പക്ഷെ ഈ പാട്ട് ഡെഡിക്കേഷൻ വന്നതോടുകൂടി ഒരു മൈൻഡ് ടച്ച് വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഇയാളുടെ ഇൻബോക്സിന് മറുപടി കൊടുത്തപ്പോഴത്തേക്ക് അയാൾ ഫോൺ നമ്പർ എഴുതിയിട്ടേക്കോ അവിടെ. ഇത് എങ്ങനെയുള്ള ജോലിസിലാണ് ആഭിചാരക്കരി ചെയ്യുന്ന ആളാണ് മനസ്സിലായത്. ഇയാള് തന്നെ പറഞ്ഞു ഫോൺ വിളിച്ചപ്പോ, ഞാൻ അത്യാവശ്യം ജോലിസ്യം പഠിച്ചിട്ടുണ്ട്, ബാക്കി ഞാൻ അവിടെ വീട് വരെ വന്ന് നോക്കട്ടെ, സ്ഥലം വാങ്ങിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ അങ്ങനെ പ്രശ്നത്തിൽ പോകുന്ന സമയം കൂടാ ഞാൻ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ പോവാം. സന്തോഷമായി. കാരണം സർപ്പക്കാവാന്ന് ഞങ്ങള് എഴുതി കഴിഞ്ഞിട്ട് അറിയണത് എന്റെ അടുത്ത് സർപ്പക്കാവാണെന്ന്. അപ്പൊ ഞാള് ശരിക്കും പെട്ടുപോയത്. ആ മൂട്ടി വെച്ചിട്ട് ഈ സ്ഥലം ഞങ്ങളുടെ തലയിലാക്കി. അപ്പത്തേക്ക് ഇയാളെ കണ്ടപ്പോ അന്ന് ഞങ്ങളുടെ സ്ഥലം ഒന്ന് വന്ന് നോക്കാൻ പോയി. സർപ്പത്തിന്റെ വലിയ ദോഷമാണോ എന്ന് ഓർത്തോണ്ട് ഞാനും പറഞ്ഞു. അങ്ങനെ ഇയാൾ വന്നു നോക്കി. ഇവിടെ ഫ്രണ്ടിൽ തന്നെ എന്തോ കൊണ്ടേ കുഴിച്ചിടാന്ന് പറഞ്ഞ് 4 സൈഡിൽ നിന്ന് മണ്ണെടുത്തോണ്ട് പോയി. മണ്ണെടുത്തോണ്ട് ഇയാൾ വീട്ടിൽ പാലക്കാട് പോയിട്ട് തിരിച്ചു വരുമ്പോ കൊണ്ടേ ഇടാന്ന് പറഞ്ഞു. ഇയാൾക്ക് ഏറ്റുമാനൂരായിരുന്നു ജോലി. അപ്പൊ ഇയാൾ എല്ലാ രീതിയിലും താങ്കളെ കീഴടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളുടെ ഇഷ്ടം തോന്നി തുടങ്ങിയോ? ഇയാള് അതുപോലെ മൈൻഡ് നമ്മളെ അയാളിലേക്ക് ആക്കി. താങ്കൾക്ക് ഒരു ഭർത്താവ് കൂടി ഉള്ളതാണ്. പക്ഷെ ഫോഴ്സ് ചെയ്യിപ്പിച്ചിട്ട് കല്യാണം കഴിച്ചതാണ്. ഇതിന്റെ ഇടയ്ക്ക് 2011 കല്യാണം കഴിച്ചത്. 2014-ലും 2017-ലും ഞാൻ എൻ്റെ ഭർത്തൃ വീട്ടിൽ നിന്ന് എനിക്ക് വിടുതൽ വേണം, എനിക്ക് ഡിവോഴ്സ് വേണമെന്നും പറഞ്ഞ് ഞാൻ കെൽസയിലും വനിതാ കമ്മീഷനിലും കേസ് കൊടുത്തേക്കണേ. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരു കൂരയ്ക്ക് നിൽക്കുമ്പോൾ 2ആയിട്ടാണ് ജീവിക്കണത്. ഞങ്ങൾക്ക് ആ ഗ്യാപ്പിലേക്കാണ് ഇയാള് നല്ല വർത്താനം പറഞ്ഞത്. അപ്പൊ ഞാൻ ചിന്തിക്കണേ 42 വയസ്സ് ഏതായാലും ജനിച്ചു, ഭൂമിയിൽ ഒരു ജീവിതമല്ലേ ഉള്ളൂ, ഒരു കുടുംബജീവിതം കിട്ടുവാണെങ്കിൽ ഇയാൾ പറയണതൊക്കെ ഞാൻ വെറുതെ ചുമ്മാ ഇഷ്ടം കാണിച്ചു പോകണേ അല്ല, എനിക്ക് കല്യാണം കഴിക്കാനാണ്. അതിന് ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് പ്രഗ്നന്റ് ആയാൽ മാത്രമാണ് ഒഴിവായി പോകുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇതിന്റെ അകത്ത് പോകുള്ളൂ, അല്ലാതെ ഡിവോഴ്സ് കിട്ടില്ല. അത് പറഞ്ഞപ്പോ അത് ഒരു തിങ്ക് ചെയ്തു. പറയുന്നുണ്ട് ഇയാൾ എപ്പോഴും പറഞ്ഞോണ്ടിരിക്കും അങ്ങനെ തന്നെ, ശരിയാണല്ലോ എന്ന് ഞാൻ ചിന്തിച്ചു. അതതിന് പരീക്ഷിക്കാനുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾ ശാരീരികമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങിയോ? അപ്പൊ ഇയാൾ എന്നോട് അന്ന് അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ കാരണം പറഞ്ഞോളാം, അവന് കൂടെ വിടാനുള്ള കാര്യമൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ വീട് വന്നു സ്ഥലം നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന് കംപ്ലൈന്റ് ഉണ്ട്. അതിന്റെ തടസ്സം നീക്കാനായിട്ട് മമ്മിയൂര് പോകണം, സ്ഥലത്തിന് ദോഷമുണ്ട്, അതിന് ആള് തന്നെ വന്ന ആളുടെ പേരിലുള്ള ഭൂമി ആയതുകൊണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും
എന്നാ ഇയാള് പെട്ടെന്ന് തന്നെ സ്നേഹമായിട്ടൊക്കെ തന്നെയാ പോണത്. പക്ഷെ എന്നാലും നമുക്കൊരു ചമ്മലാണല്ലോ, ആദ്യത്തെ ദിവസം തന്നെ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഓർത്തില്ല. പക്ഷെ രണ്ട് മനുഷ്യര് തമ്മിലുള്ള കാര്യമാണല്ലോ. ഇയാള് വീട്ടിൽ പറഞ്ഞത് മണ്ഡപത്തിൽ ഇരുന്നോളാന്നാണ്. ഞാനും പറഞ്ഞു അങ്ങനെ തന്നെ മണ്ഡപത്തിൽ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. റൂം എടുക്കണാരും വീട്ടിലുള്ള ആൾക്ക് ബോധ്യയില്ല. ഒരു 6:30 എടുത്തു. 6:30 ആയപ്പോഴത്തേക്ക് റൂം എടുത്തു. ഇവര് അവിടെ വെക്കാനുള്ള ഈ ഗുരുവായൂരപ്പന് വെക്കാനുള്ള ഇതുണ്ടല്ലോ, താമരമൊട്ടും ഒരു എല്ലാം ചെന്നു. എല്ലാം അതൊക്കെ വിധിയമ്മണ്ണം ചെയ്യുന്നുണ്ട്. മുല്ലപ്പൂമാല ചെയ്യുന്നുണ്ട്. അതെല്ലാം വിശ്വാസമില്ല. നമ്മൾ ഒരിക്കലും ഒരു ആണും പെണ്ണും തമ്മിലുള്ള ബന്ധത്തിലെ ശാരീരിക ഘടന ഒരു ഘടനയാണെന്ന് അത് മാത്രമാണ് ഇമ്പോർട്ടൻസ്. വിശ്വാസം കൂടും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മിസ്യൂസിലേക്ക് പെട്ടെന്ന് പോകുന്ന ഓർത്തില്ല ഒരു ചടങ്ങ് നടത്താണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണില്ല. അല്ല, ആ ഒരു രാത്രി അങ്ങനെ ആയത് സംഭവിച്ചു. അത് ഓർക്കപ്പുറത്ത് സംഭവിച്ചു. പിന്നെ 15 ദിവസം ആകുമ്പോഴത്തേക്ക് ഇങ്ങേര് പറയണേ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തോടുകൂടി കോലം അടിച്ചിട്ടാ അവിടെ ചെന്നിട്ട് നിനക്ക് ഒന്നും അറിയാൻ പാടില്ല, നീ വെറും പൊട്ടിയാണ് ഈ കാര്യത്തിൽ എന്നൊക്കെ പറയുക ഇയാള്. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ ഇയാൾക്ക് എല്ലാവരെയും കണ്ട് ഒരുപാട് പരിചയശീലം ഉണ്ടോ, ഇനി മാത്രം അറിയാന്ന് ചോദിച്ചു. അത് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ പറയാണ് എനിക്കത് ലേറ്റും പിന്നെ പുതിയ സാഹചര്യമൊക്കെ ആയതുകൊണ്ടായിരിക്കും. കാരണം പെട്ടുപോയില്ലേ, ഇനി ഇയാളുടെ കൂടെ ജീവിതം അങ്ങേറ്റം എത്തിക്കാനാണ് കല്യാണം എന്നുള്ള ഒരു വിചാരമാണല്ലോ. അപ്പൊ ഞാൻ ഇയാളോട് സമാധാനം കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, ഈ പ്രാവശ്യം അവിടെ നോക്കൂട്ടോ, അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ പണി നോക്കും കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം തയ്യാറായി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഡേറ്റ് ആവേണ്ട സമയം വന്നപ്പോൾ ആവണില്ലാണ്ട് വന്നപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, രണ്ടാമത്തെ പ്രാവശ്യം പോയപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഗുരുവായൂർ വെച്ച് ശ്രമിച്ചില്ല. രണ്ടാമത്തെ പ്രാവശ്യം ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, അത് ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഞാൻ പറയണ കേക്ക്, ഇപ്പൊ നിനക്ക് അതിനുള്ള ജനങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഇതായിട്ടില്ല. ഞാനൊരു 3-4 ദിവസം കൊണ്ടുപോകുമ്പോഴൊക്കെ ഒരു പ്രാവശ്യം നമുക്ക് പീരിയഡ് ഡേറ്റും കൂടിയാ. ആ സമയത്ത് പോലും ഇയാൾ അടങ്ങിയിരിക്കണില്ല. ആ സമയത്ത് പോലും ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഇതുണ്ടാവാത്തോടത്ത് അങ്ങനെ അതിൽ പോലും അയാൾ വെറുതെ വിടല്ല. അത്രയും വരെ അത്രയും വരെ എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ വിചാരിക്കണ തന്നെ അപ്പനും ആങ്ങളമാരില്ല. ഇങ്ങേർക്ക് ആങ്ങളെ പെങ്ങളോ അപ്പനോ അമ്മയോ ഇല്ല. ഭർത്താവിന് ഒറ്റ മോൻ. എന്റെ കുട്ടി ഒരു മോളായിട്ട് ജനിച്ചു. എനിക്ക് ഒരു വന്നതിന്റെ പിറ്റേന്റെ 1.5 മാസമായപ്പോഴത്തേ 1 മാസം ഞാൻ പ്രഗ്നന്റാ. അപ്പൊ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു പൂമുഖം കൊച്ചിനെ കണ്ടുപോയല്ലോ എന്ന് ഓർത്തിട്ട് ഭർത്താവ് ഉണ്ടാക്കുന്ന ഒത്തിരി പ്രശ്നങ്ങളും അവരുടെ അപ്പനും അമ്മ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒക്കെ അതിജീവിച്ചു പോരുമായിരുന്നു. ആ ഇതിലേക്കാണ് ഈ ഗ്യാപ്പിലേക്ക് നമ്മള് ഇയാളോട് സെപ്റ്റംബർ മാസത്തിൽ ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇയാളുടെ വിധ അങ്ങ് മാറി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മുതലുള്ള കോളില്ലല്ലോ. ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ എന്റെ അമ്മേനെ പോയി കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ കോതമംഗലത്ത് ഇവര് ഇല്ല അത് ഇത് കഴിഞ്ഞിട്ടാ, ഈ അമ്മയായിട്ടുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി ഞാൻ വരില്ല. കാരണം 2 പ്രാവശ്യം ഞാൻ ഈ 20 ദിവസം വെച്ച് ഈ ഡേറ്റ് താമസിച്ചപ്പോഴത്തേക്ക് നിങ്ങൾ പിറ്റേ ദിവസം എന്നെ കൊണ്ടുപോയിട്ട് അറമാദിച്ചിട്ട് അതിന്റെ പിറ്റേ ദിവസം ഡേറ്റ് ആക്കി തന്നു. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് മക്കളുണ്ടാവണം എന്നുള്ള താല്പര്യമൊക്കെ പോയി. അപ്പൊ നിങ്ങൾക്ക് ഇത് യൂട്ടിലൈസിങ് മാത്രമാണ്, അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ എനിക്കൊരു ഇതുണ്ടാവണമെങ്കിൽ ഇനി ഒരു ചടങ്ങ് നടത്തിയിട്ട് പോയി. നാളെ ഇനി ഇത് വിശേഷം ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാം ഞാൻ ചോദിക്കുന്നത്. അപ്പൊ ഇയാൾ ഇത് ചെയ്തത് ഇയാൾ വേറെ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ? അത് ഞങ്ങൾ അറിയണത് ഫസ്റ്റ് അവിടെ ചെന്നപ്പോഴാ, ഇയാളുടെ വീട്ടിൽ അന്വേഷിച്ച് ചെന്നപ്പോഴാ. അപ്പൊ അയാൾ ഇഷ്ടപ്പെട്ട അയാളുടെ ദൈവത്തിന്റെ പേരെന്തോ? കരിനീലി, കല്ലടിക്കോടൻ മലനിരകളില്. ഇയാൾ എപ്പോഴും എന്നോട് പറയുന്നത് ആ സംഭവത്തിന്റെ അടിസ്ഥാനം മറ്റുള്ള സ്ത്രീകളോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ആ ദൈവത്തിന് സന്തോഷമാവും. അതെ, അങ്ങനെയാണ് കരിനീലിനെ ഉപാസിക്കണത്. അങ്ങനെയാണ് മാന്ത്രികന്മാര് കരിനീലിനെ പ്രീതിപ്പെടുത്തണത്. അവര് പൂർണ്ണമായിട്ടും അമാവാസി നാളില് നഗ്നമായിട്ട് നിന്നിട്ടാണ് പിറ്റേ ദിവസം അവര് അവിടെ നിന്ന് പോന്നിട്ടാണ് ശക്തി ആർജിക്കണെന്നാണ് ഞാൻ അടിച്ചു നോക്കുമ്പോ ഇയാള് പറഞ്ഞു തന്ന ദൈവത്തെ കുറിച്ച് ഞാൻ കേട്ട്. അപ്പൊ അതുകൊണ്ടായിരിക്കുമല്ലോ എന്തായാലും അവിചാര പ്രവർത്തനത്തിന് വേണ്ടി. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്ക് മെസ്സേജ് അയക്കോ പിള്ളേര്, വീടിന്റെ അടുത്തുള്ള ഇയാളുടെ വീടിന്റെ അടുത്തുള്ള പിള്ളേര് എബ്രോഡുണ്ട്, ഷാർജയിലും ദുബായിലൊക്കെ ഉണ്ട്. ആ പിള്ളേര് പറയാണ് ദുർമന്ത്രവാദം ചെയ്ത് ഇവരുടെ ഫാമിലി മുടിഞ്ഞു. ഇവർക്ക് ഇപ്പൊ അവർക്ക് തറവാടെന്ന് പറയണ ഒരു വീടില്ല. ഈ 5 മക്കൾക്കും കയറി വരാൻ തറവാടില്ല, ഒക്കെ ചിന്ന ഭിന്നായി. എന്നിട്ട് ഇവൻ ഒരു 4 സെന്റ് മേടിച്ചിട്ടുണ്ട്. അവിടെയാ ഇപ്പൊ താങ്കളെ കൂടെ ഒരുപാട് സ്ത്രീകൾ വലയിലാക്കിയിട്ടുണ്ട്. കാരണം എന്നോട് തന്നെ സംസാരത്തിൽ പറഞ്ഞിട്ടുണ്ട്, കൊല്ലംകാരി ഒരു പെൺകുട്ടീനെ എനിക്ക് ഇഷ്ടമായിരുന്നു. പിന്നെ അവര് ഒത്തിരി പൈസയുള്ള അവളുടെ വീട് പണിയാൻ ഞാൻ ചെന്നപ്പോഴാണ്. പക്ഷെ ഞാൻ പറയണൊന്നും കേൾക്കാണ്ട് അവള് തന്നെ ഇഷ്ടപ്രകാരം നടക്കണവളാന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോ ഞാൻ 2 വർഷമായിട്ട് ഇപ്പോൾ അവളായിട്ട് വിളിയും പരിപാടിയില്ല. അപ്പൊ ഓരോരോ കാരണങ്ങളിൽ അവര് കണ്ടെത്തിയിട്ട് ചുമ്മാ അങ്ങനെ പറഞ്ഞ് ഇയാൾ മാറിയിക്കലാണ്. അപ്പൊ ഇയാളുടെ കാര്യസാധ്യത്തിന് വേണ്ടി ഇയാൾ അടുത്തുകൂടും. ഇയാൾക്ക് വേണ്ടാന്ന്
വേണ്ടാന്ന് നോക്കുമ്പോ ഇയാള് അടുത്ത ഏലേക്ക് പോവാൻ വേണ്ടിട്ട് ഇയാള് മാറി പോവുകയും ചെയ്യും. നമ്മളെ ഭർത്താവായിട്ട് കണ്ടു അധികാരത്തിന് വേണ്ടി വീട്ടിൽ ചെന്നപ്പോ സമയം അയാള് അന്നേരപ്പത്തേക്കും ഇയാള് മരത്തിന്റെ അച്ചുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കണത്, ഈ എമ്പളമൊക്കെ അമ്പലത്തിലേക്ക് കൊടുക്കണ സാധനങ്ങളൊക്കെ ഉണ്ടാക്കണം. അത് വെച്ചിട്ട് അടിക്കുക ചെയ്തേ. കാരണം അപ്പൊ ഞാൻ സാറിന്റെ അടുത്ത് SP സാറിന്റെ അടുത്ത് കൺവിൻസ് ചെയ്തു ഭാര്യയുടെ മുമ്പിൽ ക്ലീൻ ചിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇയാളെ എന്നെ കണ്ടില്ലെന്ന് അടിക്കുകയും എന്നെ അവരുടെ മുമ്പിൽ വെച്ച് ആക്രമിക്കുകയാണ് ചെയ്തത്. മുമ്പ് പെരുമാറണത്. അപ്പൊ വേറൊരു ഇന്ത്യാനെറ്റ് ഇയാളെ പ്രവേശിച്ച പോലെ. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എന്റെ ആരോട് കൂട്ടുകൂടിയാലും എന്റെ അമ്മ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവരിൽ നിന്ന് എനിക്ക് നല്ലൊരു ഇമ്പാക്ട് ഉണ്ടാവില്ല. പിന്നെ ഒരു പരായ പ്രവേശമായിരുന്നു അവരില്. ആ അവസ്ഥ തന്നെ എനിക്ക് ഇയാളിലുണ്ട്. ഇയാളിൽ നിന്നുണ്ട്. ഇയാളെ എപ്പോഴും എന്നെ കാണുമ്പോ ദേഷ്യത്തോടെ ഓടി ഒളിക്കുക. അതിന് കൂട്ടി വെക്കണ കുറച്ച് പോലീസുകാരും പരാതി കൊടുത്തു. ഞാൻ SP ഓഫീസിൽ പോയി മൊഴി കൊടുത്തു, വനിതാ സെല്ലിൽ മൊഴി കൊടുത്തു. ആ മൊഴി ട്രാൻസ്ഫർ ചെയ്ത് സംഭവം നടന്ന ഗുരുവായൂർ സ്റ്റേഷനിലേക്കും പോയി. അപ്പോഴും എന്റെ ഫ്രണ്ട് അടക്കം പറയണത് ഇതിൽ ജാതിക്കളിയും കുറെ ഉണ്ട്. ജാതിക്കളി ഉണ്ട്, ഹിന്ദുവിന് ഒരു നീതി, ക്രിസ്ത്യന് ഒരു നീതി എന്നൊക്കെ ഉള്ള ഒരു കളി ഇവിടെ നടക്കുന്നുണ്ട്. നീതി കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ വിളിക്കുമ്പോ ഗുരുവായൂർ സ്റ്റേഷനിൽ SI പറഞ്ഞ ഞങ്ങളെ ഒന്ന് ഒഴിവാക്കുക പോലീസുകാരെ, എന്നിട്ട് ബിൻസിയുടെ ഐഡിയയിൽ എന്താന്ന് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്കിനി എന്റെ 450 പേർക്ക് സദ്യം കൊടുത്ത് വീട്ടുകാർ പറ്റിയ ഒരു കല്യാണമാണ് ഒഴിവായേക്കണത്. അതിന്റെ ജഡ്ജ്മെന്റ് അതിന് വരാനുള്ളൂ. ജഡ്ജ്മെന്റ് പോലും കഴിഞ്ഞു, പ്രിന്റ് മാത്രം കുടുംബം തൊലഞ്ഞു എല്ലാ രീതിയിലും. ഏവിയേഷൻ അഡ്മിഷൻ കിട്ടിയതാണ്. 2000 രൂപ അഡ്മിഷൻ ഫീസ് കൊടുക്കാൻ ഇയാളാണ് എന്റെ കൂടെ വന്നത്. അതുവരെയും വേണ്ടാന്ന് വെപ്പിച്ചത് തിരിച്ചു മേടിപ്പിച്ചത് ഇയാൾ പറഞ്ഞിട്ടാണ്. ഞാൻ ഏറ്റവും ബിൻസീന ജീവിത അവസാനം വരെ ഞാൻ ഏറ്റവും ഞാൻ മരിക്കണം, ഞാൻ ഒഴിവായി എന്നൊരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ മരിക്കണമെന്ന, അത് എന്നോടല്ല കേട്ടോ, ഈ വീട്ടിലുള്ള ആളോട്, ഭർത്താവിനോട്. അല്ലാണ്ട് ഞാൻ ബിൻസിനെ കൈയൊഴിയില്ല എന്നാണ് അയാൾ പറഞ്ഞത്. കാരണം എനിക്ക് ഭർത്താവുമായിട്ട് അങ്ങനെ ഒരു ജീവിതം ഇല്ലല്ലോ ദാമ്പത്യം. അപ്പൊ പിന്നെ ഇഷ്ടമുള്ള ഒരു ബന്ധം. അല്ലെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോയാൽ എന്താണ് ഇവളുടെ ഭാവി ഇരുളാക്കും. എന്നാലും ഏതെങ്കിലും അപ്പനും അമ്മയും മരിക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാപനത്തിലാക്കും ഇതിന്റെ ഭാവി പോവും. അപ്പൊ അതിലും നല്ലത് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ വർക്ക് കിട്ടി അവള് രക്ഷപ്പെടട്ടെ, അതല്ലെങ്കിൽ ഒരു കല്യാണം ജീവിക്കട്ടെ എന്ന് ഭർത്താവ് ചിന്തിച്ചു. അപ്പൊ ബിൻസിക്ക് ഇഷ്ടമുള്ള ഒരാൾ എന്നെ വരെയും വെയിറ്റ് ചെയ്തോ, ഇവിടെ ഈ കൊച്ചിനെ നോക്കി ജീവിച്ചോ, ഞാൻ ഒരു ശല്യത്തിനും വരില്ലെന്നും പറഞ്ഞാണ് ഒരു കൂര കീഴിൽ ജീവിച്ചോണ്ടിരുന്നത്. അപ്പൊ എന്തായാലും ഇങ്ങനെയുള്ള ഒരുപാട് ചതിക്കുഴിപ്പെടുന്ന സ്ത്രീകൾക്ക് ഒരു ഉദാഹരണമാണ് താങ്കളുടെ ജീവിതം. അതെ. കാരണം വെച്ചാൽ ഈ ബിബിൻ ജോർജിന്റെ പോലും ആ പടത്തിലേക്ക് ഡയലോഗുള്ള ഇതിന് പോലും റയാനി ചെല്ലാൻ പറഞ്ഞ് തെമ്മനത്തെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലാൻ പറഞ്ഞ് വിളിച്ചപ്പോൾ ഇയാള് പറയണേ ഞാൻ മന്ത്ലി ഒരു പൈസ കൊടുത്തോളാം ബിൻസിക്ക്, ഒരു കാരണവശാലും സിനിമയിൽ വിടണ്ട, എന്റെ നാട്ടുകാർക്കും വീട്ടുകാർക്കൊന്നും സിനിമയും സീരിയലും ഒന്നും കാണിച്ചു കിടക്കണ ഇഷ്ടമല്ല, വേണ്ട യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരു ലൈവ് പോലും എനിക്ക് പോകാൻ പറ്റില്ല, തൊട്ടടുത്തുള്ള മുറുക്കാങ്കടയിൽ എനിക്ക് പോകാൻ പറ്റില്ല ഇയാളോട് ചോദിക്കാണ്ട്. കാരണം ഫോൺ അവിടെ കുത്തിയിട്ടാ പോണെങ്കിൽ ഫോണിൽ വിളിച്ചപ്പോൾ കിട്ടിയില്ലോ എന്ന് ചോദിക്കും. അപ്പൊ എനിക്ക് പേടിയായി, വേറെ നമ്പർ വെച്ചിട്ട് ഇനി വേറെ ആരെങ്കിലും വിളിക്കുമോ എന്നുള്ള തെറ്റിദ്ധാരണയാണോ ഇയാൾക്കെന്ന്. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുമില്ല, വെറുതെ എന്തിനാ അയാളുടെ കയ്യിൽ നിന്ന് എനിക്കൊരു ജീവിതം കിട്ടാണ്ട് തരവില്ല. അയാൾ പറഞ്ഞ് ഞാൻ വിളിക്കാൻ താമസിച്ചിട്ടുണ്ട്, നീ ആത്മഹത്യ ചെയ്യുള്ളൂ. അപ്പൊ അയാൾക്കെതിരെ ആത്മഹത്യ പ്രേരണയ്ക്ക് കേസ് എടുക്കണ്ടേ, അത് എടുക്കണില്ല ഒരിടത്തും പറഞ്ഞിട്ടും. പിന്നെ ഗുരുവായൂർ അമ്പലത്തിൽ വേറൊരു പെൺകുട്ടീനെ കയറ്റാൻ കൊള്ളില്ല, ഞാൻ അന്യമതസ്ഥയാണ്, എന്നെ കയറ്റില്ലോ. അപ്പൊ എനിക്കിതിനെ കുറിച്ച് അറിയില്ലായിരുന്നു. ഇപ്പൊ റീലിലൊക്കെ വൈറലായപ്പോഴാണ് ജാസ്മിനെയും ജസ്മിനെയൊക്കെ പിടിച്ചപ്പോഴാണ് നമ്മൾ അറിയണത്. അതിക്ക് മുമ്പ് വരെ നമുക്കറിയില്ല. അപ്പൊ എന്തിനും ഇങ്ങനെയുള്ളവരിങ്ങനെ കൊണ്ടുപോകും. നീതി കിട്ടുന്നവരെ പോരാടും. നീതി കിട്ടുന്നവരെയും പറയും. എന്നോട് അവിടുത്തെ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഇയാളുടെ ഫോട്ടോ പുറത്തേക്ക് വിട്ടോ, ന്യൂസ് ചാനലിൽ കൊടുത്തോളാൻ പറഞ്ഞു. ഞാൻ അപ്പോഴും വിചാരിക്കണേ കുറെ കാലം നമ്മളോട് സ്നേഹിച്ച് നിന്നു, എന്നിട്ട് ഒരു ചെറിയ എന്തെങ്കിലും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു ദൃഷ്ടിദോഷക്കാരുടെ ദൃഷ്ടി പെട്ടത് മൂലം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു ഇഷ്ടക്കുറവ് ഒരുമിച്ച് ചേർന്നതിലുള്ളതിന്റെ പുറത്ത് അയാൾക്കൊന്ന് മാറി നിൽക്കേണ്ടി വന്നപ്പോഴത്തേക്ക് ഞാൻ അയാളെ ചെളിവാരി എറിയണം ശരിയല്ലല്ലോ എന്ന് കരുതിക്കൊണ്ട് ജോലി എടുത്ത് തടസ്സം നിൽക്കണ്ടല്ലോ എന്ന് ഓർത്ത് മാത്രം ഞാൻ ന്യൂസ് ചാനലിൽ ഒരു ചെല്ലാൻ വരെയും പറഞ്ഞതാണ്. റിപ്പോർട്ടറും അതുകൊണ്ട് എന്നിട്ട് ഞാൻ പോയില്ല എന്നുള്ള, അയാൾക്കെതിരെ പരസ്യമായിട്ട് ഒരു രംഗപ്രവേശം അയാളുടെ ഫോട്ടോയോ കാണിക്കണ്ട, അങ്ങനെ അന്വേഷണ ഉദ്യോഗസ്ഥ തന്നെ പറഞ്ഞു ഫോട്ടോ പുറത്ത് വിട്ടോ എന്ന് വരെയും പറഞ്ഞു. എന്നിട്ട് ഞാൻ അതിന് മുമ്പ്